നമസ്കാരം, എല്ലാവർക്കും ടെക്ടോറൻറ്റിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ടതുപോലെ ചെറിയ ഗ്രാഫിക്സ് വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനായി കൈൻമാസ്റ്റർ എന്നൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. ഏതായാലും നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോയിലേക്ക് ഗ്രാഫിക്സ് കൊണ്ടുവരാൻ നമ്മൾ ക്രോമാക്കിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ സ്ക്രീനിലുള്ള കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കൈയുടെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഹാൻഡ് എന്ന് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു പട്ടിയുടെ ഗ്രീൻ സ്ക്രീനാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഗ്രീൻ സ്ക്രീൻ ഡോഗ് എന്നോ മറ്റോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ വീഡിയോ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മുടെ കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇടതുവശത്ത് കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തി എംപ്റ്റി പ്രോജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ ബ്രൗസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗ്യാലറി തുറന്നു വരും. അതിൽ നിന്നും നിങ്ങൾക്ക് ഏത് വീഡിയോയിലേക്കാണോ ഗ്രാഫിക് എലമെൻറ്റ്സ് കൊണ്ടുവരേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള വീഡിയോ ഫയൽ ഞാൻ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനുശേഷം ആ ഓപ്ഷൻസിൽ ഇടതുവശത്ത് കിടക്കുന്ന ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്യാലറി എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ, അതായത് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത പട്ടിയുടെ ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ വീഡിയോയുടെ ഓപ്ഷൻസിൽ കാണുന്ന ക്രോമാ കീ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. ക്രോമാ കീ എനേബിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ആ പട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് 2 അഡ്ജസ്റ്റ്മെൻറ്റ് ബാറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ബാറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി ആ ഒബ്ജക്റ്റിനെ കറക്റ്റ് നിങ്ങളുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ആ ഗ്രീൻ കളർ കുറയുന്നതും കൂടുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ ഈ 2 ബാറുകളും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഡീറ്റെയിൽ കർവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ഡീറ്റെയിലിംഗ് സെറ്റ് ചെയ്യുക. എത്രത്തോളം ഡീറ്റെയിലിംഗ് വേണമോ അത്രത്തോളം ഇത് പൊക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒബ്ജക്റ്റ് ഏകദേശമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഗുണം പോലെ ഇരിക്കും എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാകും എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാവുന്ന മറ്റ് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. ഒരു കളർ ഫിൽറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു നല്ല കളർ ഫിൽറ്റർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായ ഒരു ഓഡിയോ ഫയൽ ആഡ് ചെയ്യാം. അതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറിലാണോ നിങ്ങളുടെ ഓഡിയോ കിടക്കുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് വലതുവശത്ത് മുകളിൽ കിടക്കുന്ന എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കാണുന്ന ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സേവ് വീഡിയോ ടു ഗ്യാലറി എന്നുള്ളതിൽ കൊടുക്കുക. ഹൈ ഡെഫിനിഷൻ തന്നെ കൊടുക്കുക. ഇത് ലോഡായി വരും. ഇപ്പോൾ നമ്മുടെ പട്ടിയുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഔട്ട്പുട്ട് അത്ര നന്നായിട്ടില്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ ആപ്പ് വെച്ച് പ്രൊഫഷണൽ ആയിട്ടൊന്നും വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല, അതായത് ഗ്രാഫിക്സ് വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ക്രോമാക്കി എന്താണെന്നൊക്കെ പഠിക്കാൻ സാധിക്കും. ഇനിയും ഇത്തരത്തിലുള്ള കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരു 50 ലൈക്ക് എത്തിക്കാൻ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ ഉടനടി തന്നെ കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.